സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള IPL രണ്ടാം ക്വാളിഫയറിൽ തോറ്റ് ഫൈനൽ കാണാതെ പുറത്തായതിന്റെ നിരാശയിലാണ് രാജസ്ഥാൻ റോയൽസ് ടീം. ചെപ്പോക്കിൽ നടന്ന പോരാട്ടത്തിൽ ശക്തമായ ബാറ്റിംഗ് ലൈനപ്പുള്ള SRHനെ 175 റൺസിലൊതുക്കിയപ്പോൾ റോയൽസ് വിജയം മണത്തിരുന്നു. പക്ഷേ ഇത് ചേസ് ചെയ്യാൻ റോയൽസിനായില്ല. 7 വിക്കറ്റിന് 139 റൺസ് എടുത്ത് റോയൽസ് പരാജയം സമ്മതിക്കുകയായിരുന്നു. ഈ മത്സരത്തിൽ രാജസ്ഥാന് എവിടെയാണ് പിഴച്ചതെന്നും ഒരു കാര്യം ചെയ്തിരുന്നെങ്കിൽ ഫലം മറ്റൊന്ന് ആവുമായിരുന്നെന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് നായകൻ സഞ്ജു സാംസൺ. മത്സരശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് വലിയ മത്സരം തന്നെയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ഞങ്ങൾ ബൗൾ ചെയ്ത രീതിയിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട്. പക്ഷേ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ സ്പിൻ ആക്രമണത്തിനെതിരെ ഞങ്ങളുടെ പക്കൽ ഓപ്ഷനുകൾ കുറവായിരുന്നു. ഇവിടെയാണ് മത്സരം തോറ്റതെന്നും സഞ്ജു വ്യക്തമാക്കി. രണ്ടാം ഇന്നിംഗ്സിൽ വിക്കറ്റ് വളരെ വ്യത്യസ്തമായാണ് പെരുമാറിയത്. ബോൾ ഒന്നാം ഇന്നിംഗ്സിനേക്കാൾ ടേൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഹൈദരാബാദ് ഈ ആനുകൂല്യം നന്നായി മുതലാക്കുകയും ചെയ്തു. മിഡിൽ ഓവറുകളിൽ ഞങ്ങളുടെ വലങ്കയ്യൻ ബാറ്റർമാർക്കെതിരെ അവരുടെ സ്പിന്നർമാർ നന്നായി പന്തെറിഞ്ഞു. അവിടെയാണ് അവർ ഞങ്ങൾക്ക് മുകളിൽ പോയത്. ബോൾ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇടം കയ്യൻ സ്പിന്നർമാർക്കെതിരെ ഞങ്ങൾക്ക് റിവേഴ്സ് സ്വീപ്പ് കളിച്ചു നോക്കാമായിരുന്നു, അല്ലെങ്കിൽ ഗ്രീസിനെ കുറെ കൂടി ഉപയോഗിച്ച് ഷോട്ടുകൾ കളിക്കാമായിരുന്നു. പക്ഷേ അതിന് ഞങ്ങൾക്ക് സാധിച്ചില്ല. വളരെ മികച്ച ബൗളിംഗ് ആണ് അവർ കാഴ്ചവെച്ചതെന്നും സഞ്ജു ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ സീസണിൽ മാത്രമല്ല, കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ മികച്ച ചില മത്സരങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫ്രാഞ്ചൈസിയെ സംബന്ധിച്ച് മികച്ച പ്രൊജക്ട് തന്നെയാണിത്. രാജ്യത്തിനു വേണ്ടി പ്രതിഭാശാലികളായ ചില താരങ്ങളെ കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. ധ്രുവ് ജുറേൽ, റിയാൻ പരാഗ് എന്നിവർക്കൊപ്പം ഒരുപാട് പേർ രാജസ്ഥാൻ റോയൽസിന് മാത്രമല്ല, തീർച്ചയായും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വലിയ പ്രതീക്ഷകൾ നൽകുന്നവരായാണ് കാണപ്പെടുന്നതെന്നും സഞ്ജു സാംസൺ കൂട്ടിച്ചേർത്തു. അതോടൊപ്പം തന്നെ സഞ്ജു പകരക്കാരനായി എത്തി റോയൽസ് ബോളിംഗിലെ തുറുപ്പ് ചീട്ടായി മാറിയ ഫാസ്റ്റ് ബോളർ സന്ദീപ് ശർമ്മയെ അഭിനന്ദിക്കുകയും ചെയ്തു. ആവേശകരമായ ക്വാളിഫയർ 2-ൽ രാജസ്ഥാനെതിരെ 36 റൺസിന്റെ വിജയമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കിയത്. നിർണായക മത്സരത്തിൽ സഞ്ജു സാംസൺ വീണ്ടും രാജസ്ഥാനെ ബാറ്റിംഗിൽ നിരാശപ്പെടുത്തുകയാണ് ഉണ്ടായത്. 11 ബോളിൽ 10 റൺസ് മാത്രമാണ് സഞ്ജുവിന് കണ്ടെത്താനായത്. ഇനി ഫൈനലിൽ ഹൈദരാബാദ് കൊൽക്കത്തയെ നേരിടും. എന്നാൽ സഞ്ജു സാംസണിന് രാജസ്ഥാന്റെ പരാജയങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇനി T20 വേൾഡ് കപ്പിന് കരുത്തനായി ഒരുങ്ങേണ്ടതുണ്ട്. അതിൽ ലഭിക്കുന്ന അവസരങ്ങൾ മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം.